സമാധാനം നഷ്ടപ്പെടുന്ന വീടകങ്ങൾ, ദാമ്പത്യരംഗത്തെ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, പരിസരബോധം മറന്ന പ്രണയബന്ധങ്ങൾ, ലഹരിമണക്കുന്ന മണിയറകൾ, മാറിയ തലമുറയും തകരുന്ന ധാർമ്മികതയും, സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കുന്ന യുവസമൂഹം, മക്കളുടെ മൊബൈൽ ഉപയോഗം, പരിധിവിടുന്ന വിവാഹാഘോഷങ്ങൾ, പ്രണയ നൈരാശ്യത്തിലകപ്പെടുന്ന മക്കൾ, ലഹരിയിലും അവിഹിതങ്ങളിലും തകർന്ന ദാമ്പത്യബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കയ്പും മധുരവും, നാശം വിതയ്ക്കുന്ന ഫാഷിസം, പുതുതലമുറയെ നശിപ്പിക്കുന്ന ലിബറലിസം, സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്ന മാനവിക ഐക്യസന്ദേശത്തെ നിരാകരിച്ച് വ്യത്യസ്ത സൃഷ്ടികളിൽ അഭയം തേടുന്ന സമൂഹം, വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന പൗരോഹിത്യം തുടങ്ങിയ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഫാമിലി കോൺഫറൻസ്. വിശ്വാസവിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസ്. റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പ്രാസംഗികൻ, അതുപോലെ യൂണിറ്റ് സെക്രട്ടറി നിസാർ സാഹിബ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വേദി അനുഗ്രഹീതമാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീന് പറയുന്ന ഒരു സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ സദസ്സിൽ മലായിക്കത്തുകളുടെ സ്ഥാനമുണ്ടാവും. മലായിക്കത്തുകൾ ഇവിടെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ സദസ്സിന് ഉണ്ടെന്നുള്ളത് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ നിയത്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആ നിയത്താണെങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ. ഇവിടെ ദീനി സദസ്സ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും സഹിയായ ഹദീസും ആണ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രബോധക പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന ഒരു സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിൻ്റെ പോഷകഘടകങ്ങൾ. ഇവിടെ എല്ലാ മേഖലകളിലും നമ്മൾ തൗഹീദ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു വലിയൊരു പ്രോഗ്രാം വരികയാണ്. അടുത്ത മാസം ഫെബ്രുവരി 23, 2025 ഫെബ്രുവരി 23 പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് ഒരു അതിഗംഭീരമായ ഫാമിലി കോൺഫറൻസ് വരികയാണ്. പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ടും സാമൂഹിക നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ പ്രോഗ്രാമിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ഇവിടെ വിഷയാസ്പദമായി സംസാരിക്കുന്നതിന് വേണ്ടി മൗലവി ഫഹദ് പൂന്തറ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുവ പണ്ഡിതനാണ്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുവാനും അതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹം സംസാരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സശബ്ദം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിഷയം അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മൗലവി ഫഹദ് പൂത്രയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له
أشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والند والنظير وأشهد أن محمدا عبده ورسوله وصفيه وخليله وخيرته من خلقه وأمينه على وحي أرسله ربه رحمة للعالمين وحجة على العباد أجمعين فهدى الله تعالى به من الضلالة وبصر به من الجهالة وكثر به بعد القلة وعنى به بعد الغيلة صلى الله عليه وسلم وبارك عليه وعلى آله الطيبين وأصحابه الغر الميامين ما اتصلت عين بنظر ووعت أذن بخبر وسلم تسليما كثيرا أما بعد فإن خير أصدق الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ولدتك أمتك يا ابن آدم باقيا والناس حولك يضحكون سرورا فاعمل لنفسك أن تكون إذا بقوا في حين موتك ضاحكا مسرورا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളുടെ
ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മഹത്തായ ഒരു പ്രതിഫലം അള്ളാഹു ഈ ഇരുത്തത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വരുന്ന ഫെബ്രുവരി 23-ാം തീയതി പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കാനിരിക്കുന്ന മഹത്തായ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഫാമിലി കോൺഫറൻസിന്റെ കുടുംബ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കരിച്ചാറ ശാഖയും ഈ വസതിയിൽ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടം എപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഓരോ ദിവസവും വിറങ്ങലിക്കുന്ന ഹൃദയത്തോടുകൂടിയാണ് പല വാർത്തകളും നമ്മൾ കേൾക്കാറുള്ളത്. നമ്മുടെ സമകാലിക സാഹചര്യം അതീവ തീവ്രമായതും അതീവ ദുഃഖത്തിലാഴ്ത്തുന്നതുമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ അടുത്ത് എനിക്കെന്തിനാണ് നിങ്ങൾ ജന്മം നൽകിയത് എന്ന് തന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന അനുഭവിച്ച അമ്മ ആ പ്രസവ വേദന അനുഭവിക്കുകയും ആ മകനെ വളർത്തുന്നതിന് വേണ്ടി ഏറെ കഷ്ടപ്പെടുകയും വേദനയും യാതനയും ഒരുപാട് സമ്മിശ്രമായ പ്രശ്ന കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ വളർത്തിയെടുത്ത മകൻ, ആ മകൻ ആ അമ്മയുടെ മുഖത്തു നോക്കി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എനിക്ക് ജന്മം നൽകിയത് എന്ന് ചോദിച്ച് മൂർച്ചയുള്ള കടാര കൊണ്ട് കുത്തിമലർത്തി കിടത്തിയ കാഴ്ച പ്രിയപ്പെട്ടവരെ നമ്മൾ വേദനയോടാണ് കണ്ടത്. ആ വാർത്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ഒരു ദാരുണമായ സംഭവം നമ്മുടെ വീടകങ്ങളിലേക്കും വരാം. കാരണം ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ കൗമാരക്കാർ, ഇന്നത്തെ വിദ്യാർത്ഥികൾ, ഇന്നത്തെ വിദ്യാർത്ഥിനികൾ, അവരെ എല്ലാവരെയും പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മാഫിയ സംഘം തന്നെ ഇന്ന് കേരളക്കരയിൽ, മലയാളിക്കരയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകമായ അജണ്ടകൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? ഗുരുനാഥൻ എന്ന് പറയുമ്പോ പ്രത്യേകമായ മഹത്വവും സ്ഥാനവും നൽകുന്നവരാണ് നമ്മൾ. എന്നാൽ ആ ഗുരുനാഥന്റെ മുഖത്തു നോക്കി എന്റെ വീഡിയോ എടുക്കുകയാണ് എങ്കിൽ കൊന്നു തള്ളുമെന്ന് പറയുന്ന രൂപത്തിൽ ഇന്നത്തെ കൗമാരക്കാർ, അവൻ എത്രമാത്രം പ്രായമുണ്ട്, എത്ര വയസ്സുണ്ടവന്, അവൻ തന്റെ ഗുരുനാഥന്റെ മുഖത്തു നോക്കി പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സമകാലിക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഒരു സംതൃപ്തമായ കുടുംബം ഉണ്ടാവുക? അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? പ്രായമായ വാർദ്ധക്യമെത്തിയ 65 വയസ്സ് പ്രായമായ അമ്മയെ പീഡിപ്പിച്ച് സ്വർണം കൈക്കലാക്കി കൊന്നുകളഞ്ഞ യുവാക്കളെയും നമ്മൾ കാണുന്നു. ഇത്തരത്തിലുള്ള ബിഗ് ബ്രേക്കിംഗ് വാർത്തകൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. സമാധാനമായി വീട്ടിൽ കിടന്നുറങ്ങാൻ ഓരോ മാതാവിനും പിതാവിനും സാധിക്കുന്നില്ല. മുഖമക്കനെ കേട്ട് ഒരു ഉമ്മ ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ്, ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി വളർത്തിയൊരു മകൻ, ആ മകൻ അവന്റെ മുഖത്തു നോക്കാൻ എനിക്കിന്ന് പേടിയാണ്. അവൻ അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്നുണ്ട് എങ്കിൽ ഇപ്പുറത്തെ മുറിയിൽ ഞാൻ കഥകളെല്ലാം നന്നായി കുറ്റിയിട്ട് അവൻ വരുന്നുണ്ടോ എന്ന് ഞാൻ പേടിച്ചു കഴിയുമെന്ന് ഒരു ഉമ്മ പറയുന്നുണ്ട് എങ്കിൽ
ആ ഉമ്മ ആ പത്രക്കാരിയോട് പറയുന്നത് കയ്യിലൊരു കീസു വെച്ചിട്ടാണ്, ഒരു സഞ്ചി വെച്ചിട്ടാണ്. ആ സഞ്ചിയിൽ ആ ഉമ്മ ആ പത്രക്കാരിയോട് കാണിക്കുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ആ കീസിനകത്ത് മകൻ ഉപയോഗിക്കുന്ന ഒരുപാട് ലഹരി മാഫിയകൾ അവരുടെ കയ്യിൽ നൽകിയിട്ടുള്ള സിഗരറ്റ് കുറ്റികളും MDMA അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന മകനെ പേടിച്ചു കഴിയുന്ന മാതാവ്, അങ്ങനെ വളർത്തി പിതാവിന്റെ നേർ കടാര ചൂണ്ടി കുത്തി കൊന്നുകളയുമെന്ന് പറയുമ്പോ ആ മകനെയും പേടിച്ച് ജീവിക്കുന്ന പിതാവ് നിറം കുറഞ്ഞതിന്റെ പേരിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വിവാഹ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അഡ്രസ് ചെയ്യപ്പെടാവുന്ന പ്രശ്നങ്ങൾ. ഇനിയോ അപ്പുറത്തൊരു വശത്ത് തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാമെന്നും എന്റെ ബോഡി എന്റെ ചോയ്സാണ് എന്നും എന്റെ ജീവിതം എന്റെ ഇഷ്ടപ്രകാരമാണ് എന്നും അതിന്റെ നിയമപുസ്തകം എഴുതുന്നത് ഞാനാണ് എന്നും അതിൽ ആരും തിരുത്തേണ്ടതില്ല എന്നും അധ്യാപകൻ അതിൽ റോളില്ല എന്നും പിതാവിനൊരു റോളില്ല എന്നും മാതാവിനൊരു റോളില്ല എന്നും സ്കൂളിന്റെ സ്റ്റെയർകേസിന്റെ താഴ്വാരത്ത് 2 ചുണ്ടുകൾ പരസ്പരം ചേർത്തു വെച്ച് മുത്തം വയ്ക്കുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി അധ്യാപകൻ എടാ കുട്ടിയെ നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ സാറേ യു ആർ നോട്ട് മൈ പാരന്റ് എന്ന് പറയുന്ന വിദ്യാർത്ഥി കാലഘട്ടം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മനസ്സുകളിൽ ഒരു വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കുന്നത്. അധ്യാപകൻ എന്റെ പേരന്റ് അല്ല, എന്റെ തന്തയുടെ പണി ഇയാൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയുന്നു. ഇനി വീട്ടിൽ ഉമ്മ ആ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാലോ എന്നെ പ്രസവിക്കുന്നതോടുകൂടി നിങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് പറയുന്ന മക്കൾ. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് സംതൃപ്തമായ കുടുംബം ഉണ്ടാവുക? എവിടെയാണ് സമാധാനപരമായ കുടുംബം ഉണ്ടാകുക? പെണ്ണും വിവാഹം കഴിച്ചു പോകുന്നു, ആണും വിവാഹം കഴിച്ചു പോകുന്നു. അതിന് നിയമ സംവിധാനങ്ങൾ ഒരുക്കുവെക്കുന്നു. അല്ലെ, ലഹരി ഇന്ന് ഇവിടെ അതിന്റെ വാഴ്ചകൾ ഇന്ന് കൂടി വരുന്നു. അതിന് നിയമ സംവിധാനങ്ങൾ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ജനപ്രതിനിധികൾ അതിനെ അംഗീകരിച്ച് സംസാരിക്കുന്നു. എന്തവസ്ഥയിലേക്കാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്? വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചറിവാണ് നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരും ശാശ്വതരല്ല എന്ന ഒന്നാമത്തെ പോയിന്റിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ കുടുംബ സമാധാനമില്ല, സന്തോഷമില്ല, വിശ്വാസ മേഖലയിൽ കൊള്ളകളും കൊള്ളരുതായ്മയും മതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കണം. നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിൻ അതിലെ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. അള്ളാഹു പറയുന്നു, നമുക്ക് കാണാം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇവിടെ തോന്നിവാസികളായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നവർ, ഇവിടെ വ്രത ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്നവർ, ഇഷ്ടമുള്ള രൂപത്തിൽ ഇഷ്ടമുള്ള കോലത്തിൽ ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്നവർ, മാതാവിനെയും പിതാവിനെയും അനുസരിക്കേണ്ട എന്നും വിചാരിക്കുന്നവർ, അവരോടെല്ലാമായി അള്ളാഹു ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ. നിങ്ങൾ വ്രത സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വ്രത സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ആകാശ മേലാപ്പിന്റെ കീഴിൽ നിങ്ങൾക്ക് ആവശ്യമായ വായു സൗകര്യം ചെയ്തു തന്ന്, നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം നൽകി, ഇവിടെ താമസിക്കാൻ സൗകര്യമായ ഒരു അറ്റ്മോസ്ഫിയറിനെ സംവിധാനിച്ചത് വ്രത ജീവിക്കാനാണോ, വ്രത കഴിഞ്ഞു പോകാനാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. തിരിച്ച് അള്ളാഹുവിലേക്ക് ഒരു മടക്കമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മടക്കമുണ്ട്. ഈ ലോകത്ത് നിന്ന് നമുക്ക് വിട പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇവിടെ ആര് എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും, ഇവിടെ നമുക്ക് നിരീക്ഷണവാദിയായി ജീവിച്ചാലും, യുക്തിവാദിയായി ജീവിച്ചാലും, മതമില്ലാത്തവനായി ജീവിച്ചാലും, മതത്തിൽ കൊള്ളരുതായ്മ കൂട്ടിച്ചേർത്ത് ജീവിച്ചാലും, അതുപോലെ തന്നെ മതത്തിൽ പുത്തനാചാരം കൊണ്ടുവന്ന് ജീവിച്ചാലും, എങ്ങനെ ജീവിച്ചാലും ഇവിടെ ആരും ശാശ്വതരല്ല എന്ന
ഭൃത്യമായ, ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ, ഏറ്റവും നല്ല ചിന്തനീയമായ ഒരു വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുമാരനാശാൻ അദ്ദേഹം പാടും, നമുക്ക് ഇങ്ങനെ കാണാം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ, എങ്കിലെന്തിനുണ്ണി നിനക്ക് ശങ്ക എന്നാൽ. വിജ്ഞാന സമ്പന്നരായ ആളുകൾ, ഈ ലോകം അടക്കി ഭരിച്ചിരുന്നവർ, ഇതിന്റെ മറ്റു മേഖലകളിൽ മലിക്കുൽ മുലൂക്കായി ജീവിച്ച പല രാജ്യത്തിന്റെയും രാജാക്കന്മാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ രൂപത്തിൽ ലഹരി ഉപയോഗിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്ത ആളുകൾ, ഇത് ഡാർക്ക് ഏജ് എന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വാർ, വൈൻ, വുമൻ എന്നീ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ അബൂജഹലുകൾ പോലെയുള്ള ആളുകൾ, അങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ, സ്വയം അഹങ്കാരികളായി ജീവിച്ചിരുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മദത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലേ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമായവരെ, അനാഥയായവരെ തള്ളിക്കളയുന്നവരെ നീ കണ്ടില്ലേ? അങ്ങനെ തുടങ്ങി ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ലോകമടക്കി ഭരിക്കുക എന്ന് ചിന്തിച്ചവരും എല്ലാവരും ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഒരു കവി അദ്ദേഹം ഇങ്ങനെ പാടി വെക്കുന്നത് നമുക്ക് കാണാം. ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സമയത്തെ, ഒരു സന്തോഷത്തെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. അവിടെ നിന്നാണ് ആ കവി ഇങ്ങനെ പാടുന്നത്, നമുക്ക് കേൾക്കാം. വലദതുക ഉമ്മക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നീ ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് ഒന്നുമല്ലായ്മയിൽ നിന്ന്, ഒരു വസ്ത്രം പോലും ധരിക്കാൻ അറിയാത്തൊരു കാലഘട്ടത്തിൽ നിന്ന്, നന്നായി ഒന്ന് കണ്ണു തുറന്നു നോക്കാൻ അറിയാത്ത കാലഘട്ടത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന് കണ്ണിന്റെ പാടമാറാത്തൊരു കാലഘട്ടത്തിൽ നിന്ന്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ വലദതുക ഉമ്മക യബ്ന ആദമ ബാഖിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. അന്നിങ്ങനെ നീ കരയും. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ജനിച്ചു വന്നത്. അന്ന് നീ കരയുന്നത് നോക്കി ചിരിച്ചുകൊണ്ടാണ് നിന്റെ ഉമ്മയുണ്ടായിരുന്നത്, നിന്റെ വാപ്പ ചിരിച്ചുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. നിന്റെ കുടുംബക്കാർ നീ കരയുന്നത് നോക്കി അവർ സന്തോഷിച്ചു. പക്ഷേ ആ കവി ഇങ്ങനെ തുടരുന്നത് കാണാം. ഫഅമലി നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹീനി മൗതിക ളാഹികം മസ്റൂറാ. നീ ഇങ്ങനെ ചിരിക്കും. നിന്റെ ചിരി അട്ടഹാസമില്ലാതെ, ആരും കേൾക്കാതെ, ഒന്ന് വെറുതെ ഒന്ന് ചിരിക്കുന്ന ഒരു സമയം വരും. പക്ഷേ നിന്റെ ചുറ്റും കൂടിയവർ നിന്നെ നോക്കി കരയുന്നൊരു സമയം, നിന്നെ നോക്കി കരയുന്നൊരു സമയം. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്ന സമയം. നമ്മുടെ ചുറ്റുമുള്ളവർ കരയുന്ന, നമ്മൾ ചിരിക്കുന്ന, ഈ ലോകത്തെ പറ്റി അറിയാത്ത, ഈ ലോകത്തെ പറ്റി ചിന്തിക്കാത്ത, കുടുംബക്കാരെ പറ്റി ചിന്തിക്കാത്ത, ഈ ലൈഫിനെ പറ്റി അതിയായ മോഹങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും ഇല്ലാത്തൊരു സമയം. ആ സമയത്ത് നിന്റെ കുടുംബക്കാരെല്ലാവരും കരയുന്നൊരു സമയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ലോകത്തിന്റെ ഗുരുവര്യരായ, ലോകത്തിന്റെ പ്രവാചകനായ, ദ മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് വാഴ്ത്തപ്പെട്ട, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമസ്ഥനെന്ന് വാഴ്ത്തപ്പെട്ട ക്രൈസ്തവരായ ആളുകൾ പോലും ആ പ്രവാചകന്റെ സ്വഭാവത്തെ മഹത്വവൽക്കരിച്ച പ്രവാചകനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. റസൂലേ, നീ മരിക്കുന്നതാണ്. റസൂലേ, ഈ ലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോകുന്നതാണ്. വ ഇന്നഹും മയ്യിതൂൻ, അവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ പറയുന്നു. ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മദീനയെ മുഴുവനും ദുഃഖത്തിലാക്കിയ ദിവസമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോയ ദിവസമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ ദിവസമാണ്. ഫാത്തിമ കിതാതു കബദി, കൽബിന്റെ കഷ്ടമായ, കരളിന്റെ കഷ്ടമായ ഫാത്തിമയ്ക്ക് വാപ്പയുടെ വേർപാട് സഹിക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ ദിവസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭ്രാന്തനെ പോലെ ആയ ദിവസമാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുഃഖിതനായ ദിവസമാണ്. തന്റെ ഉറയിൽ നിന്ന് വാളൂരിയെടുത്ത് പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല വെച്ചേക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ സഹിക്കാൻ കഴിയാത്ത മദീനയിൽ ഇരുട്ട് പരണ്ട ദിവസമാണ്. ആ ദിവസം അന്ന് റസൂല് പറയുന്നുണ്ട്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. ആ വേദന ഞാൻ രണ്ടെണ്ണം അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ വേദന അതികഠിനമായിരുന്നു. നമുക്ക് ചരിത്രത്തിൽ കാണാം. നനഞ്ഞിരിക്കുന്ന ഒരു പഞ്ഞിയിൽ ഒരു കൊളുത്തുകളുള്ള കടാര കൊണ്ട് കൊത്തിവലിക്കുമ്പോഴുണ്ടാകുന്ന എത്ര പ്രയാസകരമാണോ അതിനേക്കാൾ പ്രയാസകരമാണ് അവന്റെ ജീവിതത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന സമയം. ആ മരണത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിട പറയുകയില്ല എന്നാണോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ ആസ്വാദനം നമ്മളും അനുഭവിക്കും. നമ്മുടെ വീടിന്റെ മുമ്പിലും ഒരു നീല ടാർപ്പാളിൻ വിരിക്കും. നമ്മുടെ വീടിന്റെ മുമ്പിലും കുറെ കസേരകൾ കൊണ്ട് നിരത്തും. നമ്മുടെ ഉമ്മറക്കോലായിലും ഒരു കട്ടിൽ തിരിച്ചിടും. അതിൽ വെള്ളത്തുണിയിൽ പൊതിച്ചു നമ്മളെ കിടത്തും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തുടരുന്നുണ്ട്, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത്. നീ എവിടെയായിരുന്നാലും മരണം നിന്നെ പിടികൂടുന്നതാണ്. അതിൽ നിന്ന് നിനക്ക് ഓടിയകലാൻ സാധ്യമല്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖികും. എവിടെ നീ ചെന്നൊളിച്ചിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ വിട പറഞ്ഞു പോകേണ്ടി വരും. നമ്മളെ കുടുംബക്കാരെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. പ്രിയതമയെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. പ്രിയതമനെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. ആരുമില്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകേണ്ടി വരും. നമ്മുടെ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് അവൻ കഴിക്കാനുള്ള അവസാനത്തെ അരി അവൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. നോക്ക്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ചരിത്ര സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ കിണറ്റിലേക്ക് വീണു. ആ കിണറ്റിലേക്ക് വീണ സമയത്ത് അവിടെ താഴത്ത് ഒരുപാട് പാമ്പുകളുണ്ട്. അതിലേക്ക് വീണു കഴിഞ്ഞാൽ അയാൾക്ക് മരണമുറപ്പാണ്. എന്നാൽ അദ്ദേഹത്തെ ചില ആളുകൾ ചേർന്ന് രക്ഷപ്പെടുത്തിയെടുത്തു. രക്ഷപ്പെട്ടു വന്ന മനുഷ്യൻ പുറത്തു വന്നതിന് ശേഷം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. ഈ പാല് കുടിച്ച് ഗ്ലാസ് താഴെ വെക്കുന്ന സമയത്ത് അയാൾ ആ കിണറ്റിലേക്ക് മറിഞ്ഞു വീഴുകയാണ്. അയാൾ മരണപ്പെട്ടു പോവുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ അവസാനത്തെ ധാന്യമണി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നമ്മൾ വിട പറഞ്ഞു പോകും. നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. തഴവ കുഞ്ഞുമൗലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലിന്നോളം അത്ഭുതം നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയത്തീമായി കൺകടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. എല്ലാ സൗകര്യങ്ങളും ജീവിച്ച ആളുകൾ മണവാട്ടി വെട്ടി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മുടെ മക്കൾ യതീമാകും, നമ്മുടെ ഭാര്യ വിധവയാകും, ആ ഭാര്യ മറ്റൊരാളുടെ കിടക്കയിലേക്ക് എത്തും. നമ്മളെ ഈ എല്ലാവരും മറന്നു പോകുന്ന ഒരു സമയം വരും. പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും
ആ മരണത്തിന്റെ ആസ്വാദനം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും നമ്മൾ സദാസമയം ചിന്തിക്കണമെന്നതാണ്. അതിന്റെ ആസ്വാദനത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു മേഖല കൂടി കയറട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമ, ആ ഖിയാമയിലെ 20-ാമത്തെ വചനം മുതൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ആ മരണത്തെ കാണുന്നതും അതിൽ കാണിക്കുന്ന വെപ്രാളവും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ആ ഒരു സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ ഒരു സെക്കൻഡിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. എത്ര സത്യമായ കാര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ്? തുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ഈ ദുനിയാവാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ, പരലോകത്തെ അവർ ഒഴിവാക്കുന്നു, അതിനവർ ഇഷ്ടപ്പെടുന്നില്ല, അതിനവർ വിട്ടേക്കുന്നു. അന്ന് അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതും അതുപോലെ തന്നെ ചില മുഖങ്ങൾ അന്ന് കരിവാളിച്ചതുമായിരിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തുടരുന്നത് കാണാം. ആ കരിവാളിച്ച മുഖങ്ങളുള്ള ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു, ശ്രദ്ധിച്ചു നോക്കൂ. തദുന്നു അയ്യുഫഅല ബിഹാ ഫാഖിറാ, അവർക്കെന്തോ അത്യാപത്ത് വരാൻ പോകുന്നുണ്ട് എന്ന ഒരു വെളിപ്പാട് അവർക്ക് വരും. അവർക്കതൊരു വിചാരമായി തോന്നും. കല്ലാ ഇദാ ബലഗത്തിത് തറാഖി, അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് പ്രാണനെ പിടിക്കുന്ന സമയം, അന്ന് ആരുണ്ട് മന്ത്രിക്കാനെന്ന് അതവന്റെ വേർപാടാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയം, അതവന്റെ വേർപാടാണെന്ന് മനസ്സിലാക്കുകയും അന്ന് ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടായിരിക്കണേ എന്ന് അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയം, കണങ്കാലും കണങ്കാലുമായി കൂട്ടിക്കെട്ടിയിടുന്നൊരു സമയം, ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്, അന്ന് നിന്റെ രക്ഷിതാവിന്റെ അടുക്കലേക്കാണ് നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഫലാ സദ്ദഖ വലാ സല്ലാ, പിന്നീട് അവനതെന്നാൽ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവൻ നമസ്കരിച്ചില്ല. വലാകിൻ കദ്ദബ വതവല്ലാ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ അവൻ കളവേർപ്പെടുത്തിയിരുന്നു, അതിനവൻ അംഗീകരിക്കാനൊരു മനസ്സുണ്ടായിരുന്നില്ല. വിശ്വാസത്തിന്റെ കാര്യങ്ങളുമായി ആരെങ്കിലും കടന്നു വരുമ്പോ വഹാബികളാണെന്ന് അവരെ പറഞ്ഞിരുന്നു, അവരെ കളിയാക്കിയിരുന്നു. ഇതൊന്നും ഈ നൂറ്റാണ്ടിൽ ആരുടോ ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇങ്ങനെ വിശ്വാസികളെ കളിയാക്കുകയും ദീനിനെ മനസ്സിലാക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ ഇസ്സത്തിനെ നിഷേധിക്കുകയും ചെയ്ത ആളുകളായിരുന്നു. അവരെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്, വലാകിൻ കദ്ദബ വതവല്ലാ, അവർ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. എന്നിട്ട് അവർ ദുരഭിമാനം നടിച്ചുകൊണ്ട് അവനവന്റെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് പോയി, അന്ന് നിനക്ക് ലഭിക്കുന്നത് ഏറ്റവും അർഹമായ ശിക്ഷയാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിങ്ങനെ അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നിടത്ത് കാണാം, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങ് അടിച്ചു പൊളിച്ച് പോയാൽ മതി, അതൊന്നും സംഭവിക്കുകയില്ല, അവനെ പിടികൂടുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുക. വലിയ വലിയ സ്വപ്നങ്ങളുടെ മേടകളിലേക്കാണ് നമ്മൾ കുതിച്ചു ചെല്ലുക. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ നാളെ എന്തു സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇന്ന് ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പ്രിയപ്പെട്ടവരെ, നാളെയുടെ പ്രഭാതത്തിന്റെ ആ ഒരു പ്രഭാതത്തിന്റെ പൊട്ടി വിടർന്നു വരുന്ന സൂര്യന്റെ പ്രകാശ കിരണങ്ങൾ കാണാൻ ഈ ലോകത്തുണ്ടാകുമോ എന്ന് ആർക്കും അറിയില്ല എന്നത് സത്യമാണ്. എപ്പോൾ എവിടെ വെച്ചൊരു മനുഷ്യൻ മരണപ്പെടുമെന്ന് ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അക്സിറൂ ദിക്റഹാദിഹിമുൽ ലദ്ദാത്ത്, നിങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളെയും നശിപ്പിച്ചു കളയുന്ന
മരണത്തെ നിങ്ങൾ സദാ ചിന്തിക്കണം. ഇവിടെ നമുക്ക് സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, മക്കൾ നമുക്ക് സൗകര്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ വീട് നമുക്ക് സൗകര്യമാണ്. എല്ലാ സൗകര്യങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ധാരാളം ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരാൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഫജാഅ റജുലുൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. മിനൽ അൻസാരി ഫസല്ലമ, ഒരു അൻസാരിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് പ്രവാചകന്റെ മേൽ ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് സലാം പറഞ്ഞു. തുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ, ഏറ്റവും നല്ലവൻ ആരാണ് റസൂലേ? പ്രവാചകൻ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്, അഹ്സനുഹും ഖുലുഖാ, നിന്റെ സ്വഭാവം നന്നാക്കുകയാണ് വേണ്ടത്. സ്വഭാവം നന്നാക്കിയവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അഫ്ദൽ. എന്നൊരു പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫഖാല അയ്യുൽ മുഅ്മിനീന അഖ്യസ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? അവിടുന്ന് പ്രവാചകൻ മറുപടി പറയുന്നുണ്ട്, അക്തിറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനഹും ലിമാ ബഅദ ഇസ്തിഅദാദ ഉലൈകൽ ലഖിയാസ്, ധാരാളം മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പൊ ബുദ്ധിമാന്മാരാകണം നമ്മൾ എപ്പോഴും ബുദ്ധിയുള്ള ആളുകളാണ്. ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ബുദ്ധിയുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായത്, ഇതിങ്ങനെയൊന്നും അല്ലല്ലോ, ഇതിങ്ങനെ ഒരു പ്രപഞ്ചത്തിൽ അത് തനിയെ ഉണ്ടായതാണ്. ഇവിടെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊരു ലൈഫേ ഉള്ളൂ, ആ ലൈഫാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ ആസ്വാദനത്തിന് വേണ്ടി പല തോന്നിവാസങ്ങളും പറയുന്ന അവരാണ് ബുദ്ധിമാന്മാരാണെന്ന് ജീവിച്ചു പോകുകയല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമ്മൾ ഒന്നുമല്ലാത്ത ഒരാളായി നമ്മളെ പൊതിയുന്ന വെറും 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു സമയം വരുമ്പോ അന്ന് അതിനുശേഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം, കുൻ ഫിദ് ദുനിയാ, നീ ദുനിയാവിൽ ഇങ്ങനെയാകണം, കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നീ ആയി തീരണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യമാണ്. പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു അപരിചിതനാണ്. ചില ആളുകൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ അപരിചിതനാണ്. എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോണം, അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവനാണ്. അതുപോലെയാണ് നിങ്ങൾ ദുനിയാവിലാകേണ്ടത്. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ഇവിടുന്ന് ഒരാൾ കണ്ണൂരിലേക്ക് പോകുന്നു, ആ കണ്ണൂരിലേക്ക് ഒരു യാത്ര ചെയ്ത് തിരിച്ചയാൾക്കൊരു മടക്കമുണ്ട്. അത്രമാത്രം ലാഘവമേ ഈ ദുനിയാവിലെ ജീവിതത്തിനുള്ളൂ. അങ്ങനെ നിങ്ങളാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വകാന ഇബ്നു ഉമർ, അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു, അവിടുന്ന് പറയുമായിരുന്നു, ഇദാ അംസൈത, നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഫലാ തൻതളിറു സബാഹ്, നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. ഇന്ന് വൈകുന്നേരത്തെ നമ്മളുള്ളത്, നാളെ രാവിലെ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല, അത് നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല എന്ന് അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഇദാ അസ്ബഹത ഫലാ തൻതളിർ മസാ, നീ ഇനി പ്രഭാതത്തിലായി കഴിഞ്ഞാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. അതിനു മുമ്പ് നിന്റെ ജീവിതത്തിൽ നിന്റെ ആയുസ്സിനെ, നിന്റെ ആരോഗ്യത്തെ രോഗം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തിക്കോ. നിന്റെ ജീവിതത്തെ നീ മരണം വന്നെത്തുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ ജീവിതം അത്രേ ഉള്ളൂ. ഈ അടുത്ത് 3 ദിവസം മുമ്പ് നമ്മളൊരു സഹഭാരവാഹി, അദ്ദേഹത്തിന്റെ ഉമ്മ രാത്രിയിൽ ഒരു 12 മണിയായപ്പോ പെട്ടെന്ന് നെഞ്ചിലൊരു വേദന വന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി ഒരു പ്രശ്നമില്ലാതെ കിടന്നുറങ്ങിയ ആളാണ്. പെട്ടെന്ന് 12 മണിയായപ്പോ ഒരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാരൊക്കെ സ്ഥിരീകരിച്ചു, ഒരു അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ റൂഹ് പോകുമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക്
അവരെത്തി. അള്ളാഹു അവർക്ക് ഷിഫാ നാജിന്റെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഉമ്മ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുക. നമ്മളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വരും. നമ്മളിങ്ങനെ ഇവിടെ സന്തോഷവാന്മാരായിട്ട് ഇവിടെ നമുക്കൊന്നും സംഭവിക്കില്ല, നമ്മളെ ഇഷ്ടത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകാം എന്നൊന്നും വിചാരിച്ചാരും മനക്കോട്ട കെട്ടണ്ട എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമുക്കിങ്ങനെ സംഭവിക്കാം. ഒന്നിലൊരു അറ്റാക്കിലൂടെ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിലൂടെ, അല്ലെങ്കിൽ പ്രായാധിക്യം വന്ന് തളർന്നു വീഴുന്നതിലൂടെ, അല്ലെങ്കിൽ പല രൂപത്തിൽ ഒരു ജലദോഷം വന്ന ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് തുമ്മാൻ പറ്റുന്ന സമയം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ തുമ്മുന്ന സമയത്ത് നമുക്ക് അവിടെ റൂഹിനെ ഇങ്ങനെ പിടിക്കപ്പെടും, അവിടെ ഇങ്ങനെ നിർത്തും, പിന്നെ അത് വിടാം. ആ സമയത്ത് തുമ്മുന്ന സമയത്ത് നമ്മുടെ റൂഹ് പോയാൽ അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വടിയെടുത്തു. എന്നിട്ട് രണ്ടെണ്ണം ഇങ്ങനെ അടുത്തായിട്ട് കുഴിച്ചിട്ടു. എന്നിട്ട് ഒരെണ്ണം വളരെ വിദൂരത്ത് കുഴിച്ചിട്ടു. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ ഇത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 എണ്ണം, ഒന്ന് മനുഷ്യനും 2 അവന്റെ അവധിയുമാണ്, മറ്റൊന്ന് അവന്റെ വിദൂരത്തിലിട്ട സ്വപ്നങ്ങളാണ്. നമ്മുടെ വീടും, നമ്മുടെ പണി തീരാത്ത വീടും, നമ്മുടെ ഒരുപാട് മേഖലയിലേക്കുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളും ഒക്കെ വിദൂരത്തുള്ള സ്വപ്നങ്ങളാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ളത് ഇതുപോലെ മരണമാണ്. നമ്മുടെ അടുത്തുള്ളത് ഈ മരണം എത്തുന്നത് വരെയുള്ള നല്ല പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്. നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എവിടെ വരെയാണ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാണാം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമുള്ള സൂറത്ത്. അള്ളാഹു പറയുന്ന കാണാം, അൽഹാകുമുത് തകാതുർ. മനുഷ്യരിങ്ങനെ പരസ്പരം പെരുമ നടിച്ചു നടക്കുന്ന വിഷയത്തിലാണ്. അവർ ഇങ്ങനെ പല പല കാര്യങ്ങളുടെ വിഷയത്തിലാണ്, പല പല മേഖലകളിൽ എത്തിപ്പെടണമെന്ന ആഗ്രഹത്തിലാണ്. അങ്ങനെ അങ്ങനെ അവനിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹത്താ സുറുത്തുമുൽ മഖാബിർ. അതും അവന്റെ ശവകുടീരം കണ്ടെത്തുന്നത് വരെയാണ്. ആ ശവകുടീരം കണ്ടെത്തുന്നത് വരെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, ഇന്ന അഹദുകും ഇദാ മാത ഉരിള അലൈഹി മഖഅദു ബിൽ അദാവതി വൽ അശി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന വഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ ഫയുഖാലു ഹാദാ മഖഅദുക ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കപ്പെട്ടതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും അവന്റെ വാസസ്ഥലം അവന് പ്രദർശിപ്പിക്കപ്പെടും. അവൻ സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗക്കാരിൽ നിന്നും, നരകക്കാരാണെങ്കിൽ നരകക്കാരിൽ നിന്നും അവൻ അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഏതുവരെ? ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ. അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അതിങ്ങനെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഇപ്പൊ നമുക്കുള്ളൊരു യാത്ര ഖബറിലാണ്. ആ ഒരു ഖബറിൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു വിശ്രമ സ്ഥലമുണ്ട്, ഖിയാമത്ത് നാൾ വരെയുള്ള സ്ഥലം. ആ ഖബറിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ എത്തിപ്പെട്ടു. ആ ഖബറിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവർ ആദ്യം ചോദിക്കുക? ഒരു മനുഷ്യൻ ഖബറിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യുഹിയൽ മൗത, മരണത്തിന് ശേഷം ജീവിക്കപ്പെടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കാൻ. നമ്മൾ ജീവിക്കപ്പെടും. ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോയതിനു ശേഷം നമുക്കൊരു ജീവിതമുണ്ട്, ഒരു ശാശ്വതമായ ഒരു ജീവിതമുണ്ട്. ആ ശാശ്വതമായ ജീവിതത്തിൽ നരകവും സ്വർഗവുമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിന്റെ പ്രവിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നവൻ, അവനാണ് വിജയം കൈവരിച്ചവൻ, അവനാണ് അവന്റെ ജീവിതത്തിൽ വിജയിച്ചവൻ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനും പറ്റുമോ? അതിന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത് എന്ന് നോക്കി. ഈ ജീവിതത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും നാം ഓർക്കേണ്ടതുണ്ട്. ആ മനുഷ്യനായ ആദമിനെയും അദ്ദേഹത്തിന് ഇണയായ ഹവ്വയെയും അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്.
അള്ളാഹുവിന്റെ ഒരു കൽപ്പന ലംഘിച്ചപ്പോ അള്ളാഹു ഒരു തീരുമാനമെന്നോണം അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഭൂമിയിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇതിനവിടെ ഇങ്ങനെ പറയാണ് قال فيها تحيون وفيها تموتون منها تخرجون. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോവുക. നിങ്ങളിൽ ചിലർ ശത്രുക്കളായിരിക്കും. നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട്. ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളുണ്ട്. അള്ളാഹു തുടരുന്നത് കാണാം. അവൻ ഭൂമിയിൽ തന്നെ നിങ്ങൾ ജീവിക്കും. അവിടെ തന്നെ നിങ്ങൾ മരിക്കും. അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ പരലോക ജീവിതത്തിനായി പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എവിടെ നമ്മൾ വന്നത്? സ്വർഗത്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുണ്ടായത്. ആ സ്വർഗത്തിന്റെ സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം മാത്രമേ അവൻ ജീവിക്കുകയുള്ളൂ. ആ സമയം മാത്രം ജീവിക്കുന്നതിന് ശേഷം അവനൊരു യാത്രയുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ഥലം ഖബറാണ്. ആ ഒന്നാമത്തെ സ്ഥലം ഖബറാണ്. ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന രംഗം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞത് കാണാം, ഇദാ ഉദിഅൽ ജനാസ അലാ മൻഖബൈ, 4 ചുമലിൽ ഒരു ജനാസ കയറി കഴിഞ്ഞാൽ, ഇദാ കാനത് സ്വാലിഹാ, അത് സ്വാലിഹത്തായ ഒരു ജനാസയാണ് എങ്കിൽ ഇങ്ങനെ പറയപ്പെടും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം, എന്നെ ആ ഖബറിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഖബറിൽ ഒരു മനുഷ്യൻ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാലിഹായ ഒരു ജനാസയാണ് ഖബറിലെങ്കിൽ എല്ലാ ദിവസവും സ്വർഗത്തിന്റെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. ആ സ്വർഗത്തിന്റെ ഓരോ ദിവസവും അതിങ്ങനെ പ്രദർശിപ്പിക്കും. ആ സ്വർഗത്തിലേക്കുള്ള ആഗ്രഹം അവൻ ഉണ്ടാകും. അത് സ്വാലിഹാണെങ്കിൽ മാത്രം ആ സ്വാലിഹായ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് പോകുമ്പോ ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുമെന്നാണ്. എന്നാൽ സ്വാലിഹല്ലാത്തൊരു ജനാസയാണ് എങ്കിൽ അതിങ്ങനെ പറയുന്നതാണ്, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ ജീവിതത്തിന്റെ അന്ധകാരമേ, എന്റെ ജീവിതത്തിന്റെ നശിച്ച സമയമേ, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആ ജനാസ ആ മയ്യിത്ത് കെട്ടിൽ കിടന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിലേതിലാണ് നമ്മൾ പെടുക എന്നതാണ് ഇനി തുടർന്നുള്ള വിഷയങ്ങൾ. ഈ തുടർന്നുള്ള വിഷയങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇതിലേതിലാണ് നമ്മൾ പെടുക? ഇനി ആ ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവച്ചു കഴിഞ്ഞാലോ, കേട്ടിട്ടില്ലേ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന, ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ അഴുകുന്നതാണേ 3 ദിനം കൊണ്ട് സുഹൃത്തുക്കളെ നിനക്കുള്ള നേത്രം 2. ഒരു മേടയിൽ നിന്ന് മാളത്തിലേക്കുള്ള യാത്ര, അതാ ഖബർ. ആ ഖബറിലേക്ക് നമ്മൾ പോകേണ്ടത്, ആ ഖബറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നന്നായി നമ്മൾ ഉറങ്ങി, മെത്തയിൽ നമ്മൾ ഉറങ്ങി. ഇപ്പോൾ പുതിയ മെത്തകൾ ഇറങ്ങി അല്ലെ, ഒരു മെത്തയിൽ ഒരു സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടി പുതിയ ജർമ്മൻ മെത്തകൾ ഇറങ്ങി. ആ രൂപത്തിലുള്ള ആടുകൾ നമ്മൾ കാണുന്നു. അങ്ങനത്തെ രൂപത്തിൽ നമ്മൾ നമ്മുടെ ഉറക്കത്തെ ശരിയാക്കാൻ പല പെടാപാടുകൾ നമ്മൾ പെടുന്നു. പക്ഷേ മേടക്കു പകരം മാളമാ സുബ്ഹാന, അത് നമ്മൾ കിടക്കണം. അവിടെയോ നമ്മുടെ കൂട്ടിലുള്ളതാരാ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ
ചെല്ലുന്നതിൽ. അവിടെ നമ്മുടെ കൂട്ടിന് അവരാളുള്ളത് ചിതലും പുഴുക്കളും അല്ലെ. ഒരു പൂച്ച ഇങ്ങനെ ചത്തു കിടക്കുന്ന സമയത്ത് നമ്മൾ ആ പൂച്ചയെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ വീർക്കും, അതിങ്ങനെ ജീർണിച്ചു തുടങ്ങും. അതിന്റെ ശരീരത്തിൽ നിന്നിങ്ങനെ ചിതലും പുഴുക്കളും ഇറങ്ങി വരുന്നത് നമ്മൾ കാണും. ഇതുപോലെ നമ്മുടെ ശരീരം പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ അഴുകുന്നതാണ് 3 ദിനം കൊണ്ട്. നമ്മുടെ ശരീരം ഇങ്ങനെ അഴുകി തുടങ്ങും. അവിടെ നിന്ന് ഇങ്ങനെ പുഴുക്കൾ ഇറങ്ങി വരും, കണ്ണുകൾ ഇങ്ങനെ വന്നു വീഴും. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. നോക്കുന്ന പക്ഷം കണ്ണില്ലാത്ത ഒരു മനുഷ്യന്റെ ശരീരം കാണുമ്പോ ഭയം ഓടുമെന്നാണ്. ഇതാണ് ഈ ഖബറ്. ഈ ഖബറിൽ ഒരു മനുഷ്യനെത്തുമ്പോ ഖദ്ദിമൂനി എന്ന് പറഞ്ഞു പോയ ഒരു വിഭാഗം ആളുകൾ, അവരെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ട് കാണാം, മനുഷ്യൻ ഇങ്ങനെ ഖബറിൽ കൊണ്ട് വെക്കപ്പെടും. അവന്റെ ആൾക്കാരെല്ലാം തിരിഞ്ഞു പോകും. കുറച്ചു നേരം ആളുകളെല്ലാം അവന്റെ ചുറ്റിൽ കൂടി നിന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്നൊക്കെ അവരിങ്ങനെ പറയും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്നൊക്കെ അവർ പറയും. അവരിങ്ങനെ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി. പക്ഷേ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ ഇങ്ങനെ തിരിച്ചു പോകുന്ന കാലടി ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമെന്നാണ്. നമ്മൾ ആ ശബ്ദം കേൾക്കുമെന്നായിരിക്കും. അതിങ്ങനെ കേൾത്തുകൊണ്ടിരിക്കും. അവന്റെ അടുക്കലേക്ക് മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ കടന്നു വരും. മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ അവിടെ നിന്ന് കടന്നു വരും. എന്നിട്ട് അവരോട് ചോദിക്കും, മിൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, നിന്റെ സൃഷ്ടാവാരാണ്? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തിട്ട്, ഈ മനുഷ്യൻ ആരാണെന്ന് നീ പറയണം, നിന്റെ ഇമാം ആരാണെന്ന് നീ പറയണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കപ്പെടുമ്പോ അതിലൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയും. അപ്പോൾ അതിലൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയും, സത്യവിശ്വാസി ഇങ്ങനെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫയഖൂലു ലഹു മാ കുൻതു യഖൂലു ഫീ ഹാദർ റജുൽ ഫയഖൂൽ ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ ദൂതനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച പ്രവാചകൻ, അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞയച്ച ആളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച ആളാണ് എന്ന് പറയുന്ന ആളോട് അവിടുന്ന് മലായികത്തുകൾ പറയും, നീ നിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടത്തിലേക്ക് നോക്കുക, നീ നിന്റെ സ്വർഗത്തിലെ ഇരിപ്പിടത്തിലേക്ക് നോക്കുക. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം വിപരീതമായ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നതാണ്, ഫഖാലു, അവിടെ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയും, ലാ അദ്രി, എനിക്കിതിനെ പറ്റി അറിയില്ല. കുന്തു അഖൂലു യഖൂലു الناس فيقول لا تدري ولا تليت ويضرب بمطارك من حديد ضربا. അവനിങ്ങനെ ലാ അദ്രി, എനിക്ക് ഇയാളെ പറ്റി അറിയില്ല, അല്ലാഹുവിനെ പറ്റി അറിയില്ല, ജനങ്ങൾ പറയുന്ന സംസാരം മാത്രമാണ് ഞാൻ കേട്ടത്, ജനങ്ങൾ പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഖബറിൽ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുദ്റബു ലഹു വയുദ്റബു മിമതാരികിൻ മിൻ ഹദീദിൻ ദർബാ. നമ്മൾ നേരത്തെ കേട്ടത് അത് ശാരീരികമായ പ്രവർത്തനങ്ങളാണ്. ഈ ശാരീരികമായ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് അല്ലാഹുവിനെ അറിയാത്ത ഒരു മനുഷ്യന്റെ സ്ഥാനം, പ്രവാചകനെ അറിയാത്ത മനുഷ്യന്റെ സ്ഥാനം, വിശുദ്ധ ഖുർആൻ ഷോക്കേസിൽ അടുക്കി വെച്ച് റമളാൻ മാത്രം കടന്നു വരുമ്പോൾ എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അതേപോലെ ഷോക്കേസിലേക്ക് മടക്കി വെച്ച ഒരു വിഭാഗം മുസ്ലിം താത്തമാര് കടന്നുപോയിരുന്നു, ഒരു വിഭാഗം മുസ്ലിം കാക്കമാര് നടന്നുപോയിരുന്നു, ഒരു വിഭാഗം ഉമ്മത്തിങ്ങനെ കഴിഞ്ഞു പോയിരുന്നു. അവർക്ക് ഖുർആൻ അറിയില്ല, ഖുർആനിന്റെ ഹർഫ് അറിയില്ല, അല്ലാഹുവിനെ പറ്റി അറിയില്ല, അല്ലാഹുവിന്റെ വിശ്വാസം അറിയില്ല. അങ്ങനെ ജീവിച്ചു പോയ ഒരു വിഭാഗം ആളുകളെ ആ മലക്കുകൾ ലാ അദ്രി എന്ന് പറയുന്ന സമയത്ത് ഒരു ഇരുമ്പിന്റെ ദണ്ടിങ്ങനെ കൊണ്ടുവരുന്നതാണ്. ആ ഇരുമ്പിന്റെ ദണ്ടിങ്ങനെ കൊണ്ടുവന്ന് അവന്റെ തലയുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് ആഞ്ഞടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ആഞ്ഞടിക്കുന്ന വേദന കൊണ്ട് ആ മനുഷ്യൻ ഉറക്കെ കരയും. ആ മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ കരയുമ്പോ അത് മനുഷ്യരല്ലാത്ത എല്ലാ വർഗങ്ങളും കേൾക്കുന്നതാണ്. മനുഷ്യരും ജിന്നും ഒഴിച്ച് ബാക്കി എല്ലാ ജീവജാലങ്ങളും അത് കേൾക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരും. നമുക്ക് അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും നമുക്കറിയില്ല എങ്കിൽ ഈ ഒരു അവസ്ഥ കടന്നു വരും.
അത് യാഥാർത്ഥ്യമാണ്. പിന്നെ അന്നു മുതൽ അവന്റെ ജീവിതം പ്രയാസകരമാണ്. ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞ മനുഷ്യനോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അവന്റെ ഖബറിങ്ങനെ വിശാലത നൽകും, ആ ഖബറിൽ ഇങ്ങനെ പരിമളനം നൽകും. അതുപോലെ തന്നെ അവന് സ്വർഗത്തിൽ നിന്നുകൊണ്ടുള്ളൊരു പട്ടുകൊണ്ടുവരും, അവനെ ഇങ്ങനെ പുതപ്പിക്കും. അത് സ്വാലിഹായ ആളുകൾക്കുള്ള സൗകര്യമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് വിഭാഗക്കാരാ? അല്ലെ, ഇവിടെ നിങ്ങൾ മുജാഹിദ് ആകണ്ട, ജമാഅത്ത് ഇസ്ലാമി ആകണ്ട, സുന്നി ആകണ്ട, ഹനഫി ആകണ്ട എന്നൊന്നും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട. ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുക? സ്വാലിഹായോ, നമ്മുടെ ജീവിതം സ്വാലിഹായോ? അതിനാണ് അവിടേക്ക് കുടുംബത്തിന്റെ പ്രസക്തി വലുതാണ്. അവിടേക്ക് കുടുംബത്തിന്റെ പ്രസക്തി വലുതാണ്. അല്ലേ, നോക്ക്, ഈ ജീവിതത്തെ പറ്റി അള്ളാഹു പറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. എന്റെ ജീവിതം അപ്പോൾ എന്തിന്? എന്റെ ജീവിതം അപ്പോൾ എന്തിന്? അല്ലേ, വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. എന്തിനാണ് ജീവിതം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സൃഷ്ടിച്ചത്. അല്ലാഹു ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചു. വൽ ഹയാത, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് എന്താണ്? വൽ മൗത ഖലഖൽ മൗത, അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് മരണത്തിനെയാണ്. വൽ ഹയാത, ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചു. എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അഹ്സനു അമലാ, ചിന്തിച്ചു നോക്ക്, എന്താണ് അഹ്സനു അമല? നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ ആരാണെന്നറിയാൻ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ ആരാണെന്നറിയാൻ. അല്ലേ, എന്താ നല്ല പ്രവർത്തനങ്ങൾ? എവിടെ നിന്ന് നല്ല പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ പറ്റുക? ഒരൊറ്റ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ ബീബിയും ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞയക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് പ്രവാചകൻ ആദം നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരായത്ത് എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം അതിൽ 38-ാമത്തെ വചനം. അവിടെ അല്ലാഹു പറയുന്നത് കാണാം, ഖുൽനാ ഇഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിഅന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായാ ഫലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. ആ ഹുദ ആരെങ്കിലും പിൻപറ്റിയാൽ നിങ്ങളെ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പൊൾക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു പറയുന്നത് കാണാം, ഒരു സന്മാർഗം നിങ്ങളിലേക്ക് വരും. നിങ്ങളിലേക്ക് ഒരു സന്മാർഗം വരും. ആരാണോ ആ സന്മാർഗം പിൻപറ്റുന്നത് അവന് ഫലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. അവന് ദുഃഖമില്ല, പ്രയാസമില്ല, അവന് ഭയമില്ല, അവന് സങ്കടമില്ല, അവന് ദുഃഖമില്ല, അവന് അത്തരത്തിലുള്ള ഒരു പ്രശ്നമേ ഇല്ല. അല്ലെ, നമുക്കിപ്പോ പ്രശ്നമാണ്. എന്താ പ്രശ്നം? മക്കളില്ല, കുട്ടികളില്ല. നമുക്ക് പ്രശ്നം, നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് സങ്കടം, നമുക്ക് പ്രയാസം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏത് ഹുദയിലേക്കാണ് നമ്മൾ പോകുന്നത്? അള്ളാഹു നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്താണ്? നിങ്ങൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ. മക്കളെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ തന്ന്, പ്രയാസം തന്ന് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ദുനിയാവിൽ സന്തോഷത്തിന്റെ, ആർഭാടത്തിന്റെ ലോകം മാത്രമല്ല, ആ ആർഭാടത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകം സ്വർഗമാണ്. ഇവിടെ നിങ്ങൾക്ക് ഭയമുണ്ടാകും, ദുഃഖമുണ്ടാകും. എന്നാൽ ആ ഭയവും ദുഃഖവും ഒക്കെ മാറുന്നത് ഫമൻ തബിഅ ഹുദായാ ഫലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. ആ ഹുദയെ പിൻപറ്റണം. ആ ഹുദ എന്താണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ പ്രവാചകൻ വരെയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിൻപറ്റിയ ആൾക്ക് ഈ പ്രശ്നമില്ല, ഈ പ്രശ്നമില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്ക്. രോഗം വന്ന്, കഷ്ടത വന്ന്, പ്രയാസം വന്ന്, ബുദ്ധിമുട്ടി കുറച്ചിങ്ങനെ പ്രയാസത്തിൽ നിന്ന് കഴിയാൻ, ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എല്ലാം നഷ്ടമായി ഒരുപാട് പ്രയാസങ്ങളിൽ ഇങ്ങനെ കഴിയുമ്പോൾ അയ്യൂബ് നബിയുടെ മനസ്സിലുണ്ടായിരുന്ന ഹുദ ഇതായിരുന്നു. അയ്യൂബ് നബി ഇങ്ങനെ പറഞ്ഞു, അൻത അർഹമുർ റഹീമീൻ,
ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാണ് ഏറെ കരുണ ചെയ്യുന്നവൻ. എനിക്ക് രോഗം വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, ആളുകൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ. ഭാര്യയ്ക്ക് ഒരു വീട്ടിലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി സ്ഥലത്തുനിന്ന് അവിടുത്തെ മലിക്ക്, അവിടുത്തെ ഉടമസ്ഥൻ പറഞ്ഞയച്ചു, ഭർത്താവിന് രോഗമുണ്ടല്ലോ, ആ രോഗമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നവും, ഈ വീട്ടിലും പ്രശ്നവും. ആകെ കഞ്ഞി കുടിക്കുള്ള ഒരു വക അതാണ്. ആ കഞ്ഞുകൂടി മുട്ടി. അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ഒരാളില്ല. ആ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നത്, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നത്. ഈ വിശ്വാസം ആർക്കാണോ ഇല്ലാതാകുന്നത്, അവൻ ഇവിടത്തെ കുടുംബം നഷ്ടമാണ്, പരലോകത്തെ കുടുംബവും നഷ്ടമാണ്. 2-3 ചരിത്രങ്ങൾ പറയാം. ഒന്ന്, ഒരു 3 സന്ദർഭങ്ങൾ. അതിലൊന്ന് നൂഹ് നബിയുടെ സന്ദർഭമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്, റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. നൂഹ് നബി 950 വർഷക്കാലത്തോളം ഇത് ദഅവത്ത് ചെയ്തു, അള്ളാഹുലേക്ക് ക്ഷണിച്ചു. നൂഹ് നബിയുടെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. അപ്പോ വെള്ളപ്പൊക്കം വരാൻ പോകുകയാണെന്ന് നൂഹ് നബിക്ക് അറിയാം. ഈ നൂഹ് നബിക്ക് ഇത് അറിയാമായിരുന്നിട്ടും ഇതറിഞ്ഞ് മകനോട് പറഞ്ഞു, മോനെ ഇവിടെ വെള്ളപ്പൊക്കം വരാൻ പോകാണ്, യാ ബുനയ്യാ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ, എന്റെ പൊന്നുമോനെ നീ എന്നോടൊപ്പം കേറ്. ഒരു വാപ്പയുടെ മനസ്സിലുള്ള തേട്ടമാണ്, ഒരു പിതാവിന്റെ മനസ്സിലുള്ള വിങ്ങലാണ്. തന്റെ മകൻ നശിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോ ഏതൊരു പിതാവും നോർമലായി ചിന്തിച്ചു പോകുന്ന ഒരു ദുഃഖത്തോടുള്ള ഒരു വിളിയാണ്, ഒരു സങ്കടത്തോടു കൂടിയുള്ള വിളിയാണ്, യാ ബുനയ്യാ ഇർകബ് മഅനാ, അല്ലയോ പൊന്നുമോനെ എന്നോടൊപ്പം നീ കേറ്, വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടല്ല. ഈ ഉപ്പ ഇങ്ങനെ വിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പയുടെ വിളിക്ക് മകൻ ഉത്തരം നൽകുന്നത് എന്താണ്? ആ ഉപ്പയുടെ വിളിക്ക് മകൻ ഉത്തരം നൽകി, ഇല്ല വാപ്പാ ഞാൻ കേറൂല, ഇങ്ങനെ പ്രയാസങ്ങൾ വന്നാൽ ഞാൻ സഹിച്ചോളാം, ഈ മലയുടെ മുകളിൽ ഞാൻ നിന്നോളാം. ഇങ്ങനെ ആ അഹങ്കാരം കാണിച്ച്, ധിക്കാരം കാണിച്ച് ആ മകൻ ഇങ്ങനെ പ്രയാസത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ നൂഹ് തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വനാദാ നൂഹു റബ്ബുഹു ഖാല റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വഇൻ വഅദകൽ ഹഖ് വഅൻത അഹ്കമുൽ ഹാകിമീൻ. അല്ലാഹുവേ എന്റെ പൊന്നു മോനാണ് ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്, അല്ലാഹുവേ നീ അവനെ രക്ഷിക്കണേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇങ്ങനെ വാപ്പയ്ക്ക് മകനോടുള്ള ഒരു അറ്റാച്ച്, ഒരു സെന്റിമെന്റൽ സ്നേഹം ഇങ്ങനെ അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ചോദിക്കുന്നു, അല്ലാഹുവേ എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്താമോ, അവൻ ധിക്കരിച്ചുകൊണ്ടുതാ പോയിരിക്കുന്നു, നീയാണ് ഏറ്റവും നല്ല വിധികർത്താവെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വെക്കുമ്പോ അല്ലാഹു ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഖാല അല്ലാഹു പറഞ്ഞു, യാ നൂഹ്, അല്ലയേ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മക്കള്, നമ്മുടെ കുടുംബം ഒക്കെ നമ്മുടെ സ്വപ്നമാണ്. ഒരു സംതൃപ്തമായ കുടുംബം നമ്മുടെ സ്വപ്നമാണ്, ഒരു സമാധാനമുള്ള കുടുംബം നമ്മുടെ സ്വപ്നമാണ്. പക്ഷേ ബാപ്പ ഇങ്ങനെ മകൻ ഇങ്ങനെ മുങ്ങി നശിക്കുന്ന കാണുമ്പോ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു ഒന്ന് രക്ഷപ്പെടുത്തു. അവൻ ധിക്കാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞെന്താണ്, നോഹേ എങ്ങനെ വിളിക്കണ്ട, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നഹു അമലു ഗൈറ സാലിഹ്, നൂഹേ നീ ചെയ്തത് ഒരു ശരിയാകാത്ത അമലാണ്, നീ ചെയ്തതൊരു തെറ്റായ കാര്യമാണ്. കാഫിറായി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, കാഫിറായി നശിച്ചു പോയി കഴിഞ്ഞാൽ, അള്ളാഹുള്ള വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ പിന്നെ അവന് പാപമോചനമില്ല, പിന്നെ അവന് അള്ളാഹുവിന്റെ കോടതിയിൽ ശുപാർശയില്ല. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ അവന് ഒരു രക്ഷയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ സങ്കടത്തിന് അള്ളാഹു മറുപടി നൽകി. പിന്നീട് നൂഹ് നബി ഇങ്ങനെ പൊറുക്കൽ തേടി തെറ്റ് സംഭവിച്ചു പോയി. അപ്പൊ കുടുംബം രക്ഷപ്പെടണം, ഈ ദുനിയാവിൽ മാത്രമല്ല പരലോകത്ത് രക്ഷപ്പെടണം. പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാകണം കുടുംബം.
അതിന് തൗഹീദ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നൂഹ് നബിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ ചരിത്രത്തിലേക്ക് വരൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വന്തം പിതാവ് ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ആഖറിന്റെ സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. യുൽഖാ ഇബ്രാഹിം അബാഹ ആസറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മുഖത്തിങ്ങനെ ചെളിയൊക്കെ പുരണ്ട് പുകയൊക്കെയായി ഒരുപാട് ദുഃഖിതനായി ആസറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ. അപ്പാനെ കാണുമ്പോ മനസ്സിനകത്ത് ഓരോ മക്കൾക്കും ഉണ്ടാകുന്ന ഒരു വിങ്ങലുണ്ടല്ലോ, ആ വിങ്ങല് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടതും ബാപ്പയോട് ഇബ്രാഹിം നബി പറയാണ്, ബാപ്പ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അള്ളാഹുലേക്ക് വരൂ, അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് വരൂ. അന്ന് നിങ്ങൾ പറഞ്ഞു കാക്കക്കാർണവന്മാർ കൊണ്ടുവന്ന ഈ ആരാധനയെ, ഈ വിശ്വാസത്തെ നീ തള്ളി പറയുകയാണോ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നീ എന്നെ അനുസരിച്ചിരുന്നില്ല. അലം അഖുൽ ലക ലാ തുഅ്സിനി, അന്ന് എന്റെ പൊന്നു ബാപ്പ നിങ്ങൾ എന്നെ അനുസരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഖിയാമത്ത് നാളിൽ ആ ബാപ്പ പറയുമെന്നാണ്, ഫൽ യൗമ ലാ അസൈക്, പ്രവാചകരെ ഇബ്രാഹിം നബിയോട് പറയുമെന്നാണ്, പൊന്നു മകനെ ഞാൻ ഇനി അനുസരിച്ചു കൊള്ളാം, ഈ നീ പറയുന്നത് എന്തും കേൾക്കാം, ഞാൻ തയ്യാറാണ് എന്ന് പരലോകം കാണുമ്പോൾ ഇങ്ങനെ പറയുമെന്നാണ്. ഫയഖൂലു ഇബ്രാഹിം, ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ട രക്ഷിതാവേ, പ്രിയപ്പെട്ട പിതാക്കളെ, എന്റെ ശബ്ദം ദൂരെ നിന്ന് ശ്രവിക്കുന്നവരെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം, ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറയപ്പെട്ട ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, യാ റബ്ബ് ഇന്നക വഅദതനി അല്ലാ തുഹ്സനി യൗമ യുബഅതൂൻ, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ എന്നെ അപമാനിതനാക്കുകയില്ല അല്ലാ എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ, അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. എന്റെ വാപ്പ ഇതാ ദുഃഖിതനായിക്കൊണ്ട് ഇനി അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ കടന്നു വരുന്നുണ്ട്. വാപ്പയ്ക്ക് സ്വർഗം നൽകണം അല്ലാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ, ഉപ്പമാർക്ക് ദീന് പറഞ്ഞു കൊടുക്കാത്ത മക്കളെ, മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാത്ത ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖേദിക്കേണ്ടി വരുന്നൊരു സമയമാണ്. അന്ന് അള്ളാഹു പറയുന്നതാണ്, ഇന്നീ ഹറമതുൽ ജന്ന അലൽ കാഫിരീൻ, അള്ളാഹു കാഫിരീങ്ങളുടെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കാഫിരീങ്ങൾക്ക് സ്വർഗമില്ല, അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് സ്വർഗമില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തവർക്ക് സ്വർഗമില്ല, അള്ളാഹുവിന് പുറമെ ഒരു ബിംബത്തെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചവന് സ്വർഗമില്ല ഇബ്രാഹിം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഇങ്ങനെ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു ചെയ്യാനാണ്? ഇബ്രാഹിം നബിയുടെ വാപ്പ എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റോ? പറ്റില്ല. നൂഹ് നബിയുടെ മകൻ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ പറ്റോ? പറ്റില്ല. ഇബ്രാഹിം നബിയുടെ വാപ്പ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ പറ്റോ? പറ്റില്ല. അതുപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം തന്റെ മുസ്നദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കാണാം, കുന്നാ മഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫനസല ബിനാ വനഹ്നു മഅഹു ഖരീബും മിൻ അൽഫിറാഖിബിൻ ഫസല്ല റകഅതൈനി. അവിടെ ഒരു ദീർഘമായ ഹദീസാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൊന്തു പ്രസവിച്ച ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നു. ലോകത്തിന്റെ ഗുരുവര്യർ, അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ, അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകൻ, ശഫാഅത്തുള്ള പ്രവാചകൻ, നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത പ്രവാചകൻ, ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ, കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ, ഈ ലോകർക്ക് വെച്ച് തന്നെ ഏറ്റവും മഹോന്നതനായ ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ ഖബറിനടുത്തൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ കടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നീ സഅൽതു റബ്ബി ഫീ ഇസ്തിഗ്ഫാരി ലി ഉമ്മി
فلم يأذن لي فدمعت عينا ورحمة لها من النار إني كنت نهيتم عن ثلاث. ആ ഖബറിന്റെ അരികിലെത്തി നിൽക്കുമ്പോ സ്വന്തം മാതാവിന്റെ വേർപാട്, സ്വന്തം മാതാവിന്റെ ഖബർ, സ്വന്തം മാതാവിന്റെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ, ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നൊരു മകൻ, ഇത്രയും മനുഷ്യനായ പച്ചയായ ഒരു മനുഷ്യൻ, അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ആ ഉമ്മാന്റെ പൊക്കിൽ കുടിയിൽ നിന്ന് ഈ ലോകത്തേക്ക് കടന്നു വന്നൊരു മകനെ ആ ഉമ്മയോട് എത്ര സ്നേഹമുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഉമ്മയുടെ ഖബറിന്റെ അരികിൽ നിന്ന് റസൂലുള്ളാഹി പൊട്ടിപ്പൊട്ടിക്കരയുന്നു. പ്രവാചകന്റെ കരച്ചിൽ കണ്ടപ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബാക്കൾ എല്ലാവരും കരയുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമാ തബ്ഖി യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ റസൂൽ പ്രകാരം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നതിനെ പറ്റി ആലോചിച്ചാണ് ആ മകൻ കരയുന്നത്. ദീന് മനസ്സിലാക്കാതെ, ഇസ്ലാം മതം സ്വീകരിക്കാതെ ജാഹിലിയത്തിൽ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന കാരുണ്യത്തിന്റെ കണ്ണീരാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മയുടെ കണ്ണീര്, ആ ഉമ്മയുടെ ആലോചിച്ചുകൊണ്ടുള്ള പ്രവാചകന്റെ കണ്ണുനീര്, അവിടെ ഉമ്മാനെ രക്ഷപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് അധികാരമില്ല. ഉമ്മ തൗഹീദിലായില്ല എങ്കിൽ നമുക്ക് നഷ്ടമാണ്. അപ്പൊ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ആദർശം മനസ്സിലാക്കിക്കൊണ്ടാണ്, പച്ചയായ ആദർശം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ നൂഹ് നബിയുടെ മകനായാലും ഇബ്രാഹിം നബിയുടെ വാപ്പയായാലും പ്രവാചകന്റെ ഉമ്മയായാലും സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. സ്വർഗം നഷ്ടമാകുമെന്നുള്ളതാണ്. അതിനപ്പുറത്ത് നമുക്ക് കാണാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു തൂർ, അത്തൂറിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കാണാം, വല്ലദീന ആമനൂ വത്തബഅഹും ദുർരിയതഹും ബിഈമാനിൻ വഅൽഹഖനാ ബിഹിം ദുർരിയതഹും വമാ അൽതനാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ കുല്ലിൻ ബിമാ കസബ റഹീനാ. അല്ലാഹു പറയുന്നുണ്ട്, ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ സന്താനങ്ങൾ അവരോടൊപ്പം നാം ചേർക്കുന്നതാണ്. അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും അവർക്ക് കുറവ് വരുത്തുകയില്ല. ഏതൊരു മനുഷ്യനും താൻ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് അവൻ പണയവെക്കപ്പെട്ടവനാകുന്നു. നോക്ക് എന്താ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞതാണ്, അള്ളാന്റെ വിശ്വാസം ഉണ്ടാകണം, അള്ളാഹുള്ള വിശ്വാസം ഉണ്ടാകണം, അത് നമുക്കുണ്ടാകണം. എവിടെ? നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് അതുണ്ടാകണം, നമ്മുടെ കുടുംബക്കാർക്ക് അതുണ്ടാകണം. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മാറുക എന്നുള്ളത്. നോക്ക്, തന്റെ മകനോട് ഒരു പ്രവാചകൻ ഇങ്ങനെ ഉപദേശിക്കുന്നത് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇന്ന് നമ്മുടെ മക്കൾ നമുക്ക് പ്രശ്നമാണ്, മക്കളുടെ വിഷയത്തിൽ നമുക്ക് അസമാധാനമാണ്. ഉള്ള പരിഹാരം എന്താണ്? യാ ബുനയ്യാ, അവിടെ നിന്ന് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വഇദ് ഖാല ലുഖ്മാൻ വഹുവ യഅലിദുഹു, ലുഖ്മാൻ നബി തന്റെ മകനോട് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ മക്കളോട് നമ്മൾ വഅദ് പറയാറില്ല, നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കാറില്ല. വഹുവ യഅലിദുഹു യാ ബുനയ്യാ ലാ തുശ്രികു ബില്ലാഹ്, എന്റെ പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ കൂടെ ഉണ്ടാകണം സ്വർഗത്തിൽ. അവിടെയാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. അതിലേക്ക് ഒരു അളവ് കോല് കൊണ്ട് പോലും പ്രിയപ്പെട്ടവരെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാ? എങ്ങനെ ഒരു സമാധാനം ഉണ്ടാകാം? പൗരോഹിത്യം തന്നെ ഇങ്ങനെ മനുഷ്യരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെ? പെട്ടെന്ന് ഒരു ടീം ഇങ്ങനെ വരുന്നു, ഫ്ലൈറ്റ് പിടിച്ചു നിർത്താൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം.
നിങ്ങൾക്ക് വായു നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾക്ക് വെള്ളം നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഈ ആകാശവും ഇതിന്റെ സംവിധാനങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം. അള്ളാഹുവിനെ നിങ്ങൾ അറിയാൻ വേണ്ടി ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ്. 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളത്തെ മണത്തെറിയാൻ കഴിവുള്ള ഒരു ജീവി. ആരാ സൃഷ്ടിച്ചത്? കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ പറ്റുമോ? സൃഷ്ടിക്കാൻ പറ്റുമോ? ഈ ജനറേഷന് സൃഷ്ടിക്കാൻ പറ്റുമോ? എല്ലാം സൃഷ്ടിക്കും, എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ അവരുടെ അവസ്ഥ എന്താണ് ഇന്ന് ലോകത്ത്? എല്ലാം സൃഷ്ടിക്കും, അവർ എല്ലാം ചെയ്യും. കുട്ടികൾ, ജനറേഷൻ, ജീവികൾ, പഠന സംവിധാനം ഒക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനെ നിഷേധിച്ചവർ. നമ്മൾ കണ്ട നേർക്കാഴ്ച എന്താണ്? ആദു സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത്. നമുക്കുള്ള പാഠമാണതിൽ. അല്ലെ, ലോസ് ഏഞ്ചൽസും അമേരിക്കയിലെ മറ്റു സ്ഥലങ്ങളും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അതൊരു ശിക്ഷയാണെന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ പാഠമുണ്ട്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ച് തള്ളുന്നവർ, അവർക്ക് പഠിക്കാൻ പാഠമുണ്ട്. ആദു സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിലൂടെയാണ് നശിപ്പിച്ചത്. ഒരു കാറ്റുണ്ടായാൽ, ഒരു പരീക്ഷണമായി വന്നാൽ അത് ശിക്ഷയായി വന്നു ഭവിക്കാമെന്നതിൽ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ റെഡിയാക്കണം. നമ്മൾ ഇപ്പോഴും പണ്ട് ബൈത്തും പാടി നടക്കാൻ. പണ്ട് പാളയിൽ അന്ന് ഉസ്താദ് പഠിപ്പിച്ചതും അന്ന് മുസ്ലിയാര് പഠിപ്പിച്ചതും അന്ന് ഉപ്പാപ്പ പറഞ്ഞു തന്ന ബൈത്തും നമ്മൾ പാടുന്നു. വിശുദ്ധ ഖുർആൻ എവിടെ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എവിടെ? അല്ലെ, നമുക്ക് മനസ്സമാധാനം. നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിൽ അമ്മായിമ്മയും മരുമോളും പോരുകൾ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. നമുക്ക് സമാധാനമില്ല, പരിഹാരം വേണം. എവിടെയാണ് സമാധാനം? അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. പഠിച്ചു വെച്ചോ, നമ്മളെല്ലാരും പഠിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും. അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അസ്വസ്ഥത നിറഞ്ഞ കുടുംബം, അസ്വാരസ്യങ്ങളിൽ പ്രശ്നങ്ങൾ സഹിക്കുന്ന കുടുംബം, അവരെല്ലാവരും പഠിക്കേണ്ട കാര്യം എന്താണ്? അലാ ബിദിക്രില്ലാഹ് തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഹൃദയങ്ങൾ സമാധാനപൂരിതമാകുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് ഹൃദയങ്ങൾ സമാധാനപൂരിതമായി മാറുന്നത്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറും. അല്ലെ, മരുമോൾക്ക്, അമ്മായിയമ്മയ്ക്ക് മരുമോൾ നിറം കുറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകൂല. മരുമകൾ ചില കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അമ്മായിയമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകൂല. ഇനി മരുമകൾക്ക് അമ്മായിയമ്മ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നൂല. നിങ്ങളെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭർത്താവിന്റെ ഉമ്മാനെയും ഉപ്പയും നോക്കേണ്ട ആവശ്യം എന്റെ കല്യാണ അഗ്രിമെന്റിൽ പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഒരു പെണ്ണും പറയുകയില്ല. ഒരു പെണ്ണും അങ്ങനെ പറയില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ മക്കളെ വളർത്തുമ്പോഴും അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഈ നാട്ടിൽ നിന്ന് കാണുന്ന എന്താണ്? ചില ജിന്നുമ്മമാർ വരുന്നു. എന്താ ജിന്നുമ്മ പറഞ്ഞു തരുന്നത്? ജിന്നുമ്മ വരുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ഹോമം നടത്തുന്നു, എന്നിട്ട് 500 ഗ്രാമും മറ്റ് 590 ഗ്രാം സ്വർണം കൊണ്ട് അവള് കപ്പലിറക്കുന്നു. എവിടെ വിശ്വാസം? നമ്മുടെ വിശ്വാസങ്ങൾക്ക് ജീർണത സംഭവിക്കുന്നു. നമുക്കൊന്നേ ഉള്ളൂ, നമ്മുടെ വിശ്വാസം എളുപ്പമാണ്. എന്താ സൂറത്ത് ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞത്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സലാ വയുഅ്തുസ് സകാ വദാലിക ദീനുൽ ഖയ്യിമാ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വയുഖീമുസ് സലാ, അല്ലാഹുവിന്റെ പള്ളി മിനാരയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ പോടോ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോയി സുജൂദ് ചെയ്യണോ എന്നതല്ലാതെ ഇസ്ലാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പാവപ്പെട്ടവരുണ്ട് നിന്റെ വീടിന്റെ അയൽപ്പക്കത്ത്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖങ്ങളിൽ കഴിഞ്ഞു പോകുന്നവരുണ്ട്. അവർക്ക് നീ സക്കാത്ത് നൽകണോ, സ്വതക്ക നൽകണോ? വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നിന്റെ രോഗം ചികിത്സിക്കാൻ പോകുന്നതിന് മുമ്പ് നിന്റെ ഭക്ഷണം നീ അതിന്റെ വയറിന്റെ ഒരു അരഭാഗം കഴിച്ച് ഭക്ഷണം കഴിക്കാത്തവരുടെ വീടുകളിലേക്ക് നീ കയറി ചെല്ലണോ? അതാണ് ഇസ്ലാം. അവിടെ നമ്മളെ ഇസ്ലാം, അവിടെ എത്രയേ ഉള്ളൂ. ആ ഇസ്ലാം മനസ്സിലാക്കാൻ എന്താ പാട്? അപ്പോഴും നമ്മൾ ഇപ്പോഴും അത്യാവശ്യം തലയിൽ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു.
ചില ഫ്ലൈറ്റ് അപകടങ്ങൾക്ക് CM മടവൂരാണെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോഴും നമ്മൾ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലും കാൺമാം ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്നിങ്ങനെ പാടുന്നു. ആരാ ഹൃദയം അറിയുന്നവൻ? ആരാ ഹൃദയം അറിയുന്നവൻ? അല്ലാഹുവാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകരെ നീ പറഞ്ഞു കൊടുക്കണം, ഉജീബു ദഅവത്തു ദാഇ ഇദാ ദഅാൻ, ചോദിക്കുന്നവന് ഉത്തരം നൽകാൻ ഫഇന്നി ഖരീബ്, അവൻ സമീപസ്ഥനാണ്. രാത്രിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിശയുടെ നിശബ്ദതയിൽ ആരും കാണാനില്ലാതെ ആരും കേൾക്കാനില്ലാതെ അല്ലാഹുവേ എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലാഹു ഉത്തരം തരും. എന്നാൽ അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് വേണ്ടി നേർച്ചകൾ, അവർക്ക് വേണ്ടി പ്രശ്നങ്ങൾ, എന്നൊരു പുതിയങ്ങാടി നേർച്ച നടത്തുക, അടിയുണ്ടാകുക, ആന കുത്തി മറുത്ത ഇസ്ലാമിനെ ആളുകൾ കളിയാക്കുക. എവിടെ ഇസ്ലാം? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞെന്താണ്? ഇനി നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഉകും വലൗ സമിഊ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. നിങ്ങൾ ഇനി ഇവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചില്ലേ? മൗലീദ് നിങ്ങൾ പാടി. അന്ന് മൗലീദ് പാടാൻ പറഞ്ഞപ്പോ എന്താണ്? വല്ലാതീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം നൽകിയിടുമെന്നോവർ. ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സംശയമാണെങ്കിൽ നോക്കിയ 34-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം വിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹ് പറഞ്ഞതാണ്. ഇത് അല്ലാഹ് പറഞ്ഞതാണ്. പ്രാർത്ഥിക്കുന്നവൻ, നിങ്ങൾ അല്ലാഹ് അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഉകും, അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. അവർ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. ഇനി വലൗ സമിഊ, അവർ ഇനി കേട്ടാലും മസ്തജാബു ലക്കും, നിങ്ങൾ ഉത്തരം തരൂല. ഇനി നോക്ക്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും. അങ്ങനെ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിങ്ങൾ പങ്കു ചേർത്തതിന് വേണ്ടി നാളെ അള്ളാന്റെ കൂടെ മറുപടി പറയേണ്ടി വരും. മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ നാട്ടിൽ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു തരാമെന്നൊരാൾ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളാണ്. ആ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ എന്താ സംഭവിക്കുക? അവർക്ക് വേണ്ടി ബൈത്ത് പാടിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ എന്താ സംഭവിക്കുക? വയക്ഫുറൂന ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ നിഷേധിക്കും. അവർ നിഷേധിക്കും. അപ്പൊ നമ്മളെ സ്ഥാനം എവിടെ? പ്രാർത്ഥിച്ച മുഹ്യിദ്ദീൻ ശൈഖും ഇല്ല, ഉപ്പുപ്പയില്ല, ഭീമാപള്ളി ഉമ്മച്ചിയില്ല, കടുവാപ്പള്ളി ഉപ്പുപ്പയില്ല, ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ദിവസത്തെ നിങ്ങൾ വല്ലാതെ ഓർക്കണം. ആരും സഹായിക്കാനില്ലാത്ത ദിവസത്തെ നിങ്ങൾ നന്നായി ഓർക്കണം. അന്ന് നിങ്ങൾ മാത്രമാകുന്ന ഒരു ദിവസത്തിൽ, ഒരു ശഫാഅത്തും ഉണ്ടാകാത്തൊരു ദിവസത്തിൽ നമ്മൾ അമലുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വിശ്വാസ വിശുദ്ധിയാണ്. അല്ലെ? ഒരാള് വരുന്നു, കടാര കൊണ്ട് നെഞ്ചത്ത് കുത്തുന്നു, എന്നിട്ട് വീടിന്റെ ചുറ്റും ഇങ്ങനെ കറക്കി നടത്തുന്നു. അവിടെ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ആരാ പഠിപ്പിച്ചു ഈ ബർക്കത്ത്? അപ്പൊ അങ്ങനെ ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമ്മളെ പരലോകം നഷ്ടമാകും. നമുക്ക് പരലോകത്തേക്ക് ഒരു യാത്രയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സൂറത്ത് തഹ്രീമിന്റെ 6-ാമത്തെ ആയത്ത്, ആ ഒരു ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നോക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. ആ മനുഷ്യരും കല്ലുകളുമായ നരകത്തിലെ ഇന്ധനമാക്കി നമ്മളെ മക്കളെയും നമ്മളെയും കൊണ്ട് ഇട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നരകം നമുക്കുള്ളതാണ്. നരകം നമ്മളെ തേടിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ജീർണത സംഭവിക്കുമ്പോഴാണ്. സ്വർഗം നമ്മളെ തേടിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസം സമ്പൂർണമാവുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മുടെ വിശ്വാസ വിശുദ്ധിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 23-ാം തീയതി നടക്കാനിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വരണം. അസ്വാരസ്യങ്ങളുള്ള കുടുംബങ്ങൾക്ക് പരിഹാരം അവിടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ജീർണത സംഭവിച്ച വിശ്വാസങ്ങൾക്ക് അവിടെ നിർദ്ദേശമുണ്ട്. ആ ഒരു സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തണം. നാളെ ആരും സഹായിക്കാനില്ലാത്ത ലോകത്ത് അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അവൻ പറയും, ഒരു മടക്കം തരണം റബ്ബേ, ഒരു മടക്കം തരണം റബ്ബേ എന്ന് പറയുമ്പോ
ആ സംസാരം കള്ളമാണ് എന്ന് അള്ളാഹു പറയും. എത്ര മടക്കം നിന്നാലും മനുഷ്യനെ ദുനിയാവിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എളുപ്പമാണ്. ആ എളുപ്പമുള്ള മതത്തിന്റെ വിശ്വാസത്തിൽ ഒരാളെയും കൊല്ലണ്ട, ഒരാളുടെയും സ്വർണം വേണ്ട, ഒരാളുടെയും പണം വേണ്ട, ഒരാളെയും കൊള്ളയടിക്കണ്ട, ഒരാളുടെ വിശ്വാസത്തിലും ജീർണതയില്ല. അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കുക. ആ ഇസ്ലാമിനെതിരെയായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ കാണാം, ഇപ്പോഴെന്തിനാ നിങ്ങൾ ഇസ്ലാം പറയണം, പിന്നെ എപ്പോഴാണ് ഇസ്ലാം പറയാം? ഇപ്പൊ ഈ അമേരിക്കയിലെ തീപിടുത്തുണ്ടായപ്പോ നമ്മൾ പറഞ്ഞു, അമേരിക്കയിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്താ ചിന്തിച്ചത്, ഈ ഇസ്ലാമാണ് എല്ലാത്തിനും പ്രശ്നം, അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിന്റെ വക്താക്കളാകാൻ പാടില്ല, ഇസ്ലാമിനെ നിഷേധിക്കണം, അള്ളാഹുവിനെ നിഷേധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു നടന്ന ആളുകൾ ഇന്ന് ആ മേധാവി സേനകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർ അനുഭവിക്കുമ്പോ നമുക്ക് പറയാനുള്ള എന്താ, ഇസ്ലാമാണ്. പണ്ട് ഇസ്ലാമിനെ നിഷേധിച്ച ആളുകളാണ് നശിക്കപ്പെട്ടത്. എത്ര സമൂഹമാണ് തലകീഴ്മേൽ മറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇസ്ലാം എപ്പോഴും പറയാനുള്ളൂ, എന്നും ഇസ്ലാം മാത്രമേ പറയാനുള്ളൂ. ഇസ്ലാമാണ് സമാധാനത്തിന്റെ മതം, ഇസ്ലാമാണ് സമാധാനത്തിന്റെ ഗേഹം. മുസ്ലിങ്ങളായി ജീവിക്കുക എന്നതാണ്, അല്ലെ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. ഇന്ന് മുസ്ലിമാക്കാതെ നമ്മളെ കൊല്ലാൻ വേണ്ടി കുറെ ആളുകൾ ഇന്ന് കൂടി നടക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഇസ്ലാമാണ്, വിശ്വാസ വിശുദ്ധമാണ്. അപ്പോഴാണ് സംതൃപ്ത കുടുംബം ഉണ്ടാകുക. നമുക്കെപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത മരണചിന്തയാണ്. നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മളോടൊപ്പം കൂടെ ഉണ്ടാകുന്നത് മൻ റബ്ബുക എന്ന ചോദ്യത്തിന് യഖീനോടുകൂടി ഒരു പ്രയാസവുമില്ലാതെ അല്ലാഹു റബ്ബി എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ വിശ്വാസം ഉണ്ടാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ട്, അവന് സ്വർഗത്തിന്റെ അവകാശിയാണ്. എന്നാൽ അവന്റെ വാക്ക് അവസാനത്തെ വാക്ക് മുഹിദ്ദീൻ ശൈഖാണ് എങ്കിൽ, ബദരീങ്ങളാണ് എങ്കിൽ, വിശ്വാസ ജീർണതകളാണ് എങ്കിൽ അവന്റെ സ്ഥാനം നരകമാണ്. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിട്ടുണ്ട്. അവന്റെ മേൽ സ്വർഗം ഹറാമാണ്, അവന്റെ മേലിൽ നരകം അവനക്ക് ഹലാലാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ വിശ്വാസം നന്നാകണം, നമ്മുടെ പരലോക ചിന്തയുണ്ടാകണം. നമ്മൾ മാത്രമാണ് ഒറ്റയ്ക്കാകുന്ന ദിവസത്തിൽ അല്ലാഹുവേ ജീവിതത്തിലേക്ക് ഒരു മടക്കം തരണേ എന്ന് ഓരോ മനുഷ്യനും കൊതിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അല്ലാഹുവിന്റെ മലക്കും അല്ലാഹുവിന്റെ മലായിക്കത്തുകളും അണിയണിയായി വന്നു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനുണ്ട്. 70,000 കണ്ണികളുള്ള, ഓരോ കണ്ണികളിലും 70,000 മലക്കുകളുള്ള ഓരോ മലക്കിന്റെയും വലിപ്പം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായ അതിഭീമാകാരമായ നരകത്തെ കൊണ്ടുവരുമ്പോ ആ നരകത്തെ പറ്റി അള്ളാഹു പറയുന്നിടത്ത് കാണാം, ആ നരകത്തിൽ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു കൊണ്ട് നിറയ്ക്കുമെന്നാണ്. അതുകൊണ്ട് ആ നരകത്തിലേക്ക് നിറക്കപ്പെടാതിരിക്കാൻ, ആ നരകത്തിന്റെ അഗ്നികുണ്ഡാരമായി തീരാതിരിക്കാൻ നമ്മുടെ വിശ്വാസം നന്നാകണം, നമ്മുടെ കുടുംബം സംതൃപ്തമാകണം, അതിന് നല്ല വിശ്വാസം ഉണ്ടാകണം, അതിന് നല്ല രൂപത്തിൽ ജീവിതത്തെ തിട്ടപ്പെടുത്തണം. അള്ളാഹുവിലേക്കുള്ള വിളിയാളങ്ങൾ ധാരാളം ഉണ്ടാകുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാവുക, നിസ്കാരം നിലനിർത്തുക, നോമ്പുകൾ പിടിച്ചു വീട്ടുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ പറയുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്റുകൾ പറയുക. അതൊക്കെയാണ് നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം നമ്മുടെ ശരീരത്തിൽ കെട്ടിയ ഏലസല്ല, ഏതെങ്കിലും തകിടിൽ എഴുതി തന്ന ദിക്റുകളല്ല, ഏതെങ്കിലും പലകയിൽ എഴുതി തന്ന ദുആകളല്ല. അള്ളാഹുവിനോട് നിഷ്കളങ്കമായി ചോദിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി പറയുന്ന ദിക്റുകളാണ് നമ്മുടെ ആയുധം. ആ ആയുധത്തെ പിടിച്ചു മുറുകിക്കൊണ്ട് സ്വർഗം പുൽകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ആയുധവുമായി മുന്നോട്ട് പോകാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുമായി, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളുമായി മുന്നോട്ട് പോയി നമ്മുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്താൻ
അതിനെ വിശുദ്ധപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞു മറിയാതെ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്യാമ്പസും കുട്ടികളും വളർന്നു വരുന്ന സാഹചര്യമൊക്കെ മലിനീസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള ക്ലാസുകളിലും ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 8-ാം തീയതി ചെറിയ കുട്ടികൾക്കുള്ള ഒരു സമ്മേളനം, ബാലസമ്മേളനം NIS ഹാള് പള്ളിനടയിൽ വെച്ച് നടക്കേണ്ടത് നമ്മുടെ കുട്ടികളെ അവിടെ എത്തിക്കുക. അതുപോലെ തന്നെ നാളെ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ക്യാമ്പസ് കോൺഫറൻസ് ദീൻ കണക്ട് എന്ന പേരിൽ നാളെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. അതിലേക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തിക്കുക. നമ്മുടെ മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുത്ത് ദീനിന്റെ വക്താക്കളായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പുൽകും, ഇവിടെ ദീന് പുൽകും. ഒരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിനെ അള്ളാഹു സംസ്കാരമുള്ള ഒരു കാലഘട്ടമാക്കി മാറ്റിയത് ഈ വിശ്വാസം കൊണ്ടാണ്. കള്ളും കൊള്ളരുതായ്മയും അതുപോലെ തന്നെ വ്യഭിചാരവും തോന്നിവാസവും മാർപ്പാടത്തിലും ജീവിച്ചൊരു സമൂഹം, ഡാർക്ക് ഏജ്, ഒരു ഇരുണ്ട കാലഘട്ടത്തെ അള്ളാഹു മാറ്റി ഇന്ന് സംസ്കാരമുള്ള നീതിബോധമുള്ള സമൂഹത്തിനെന്നും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രമാക്കി അള്ളാഹു മാറ്റിയത് ദീനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്ന ശുദ്ധമായ കളവില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസവുമായി മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ ഭയാനകമായ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ. സ്വർഗത്തിന്റെ പരിമളമുള്ള വിശാലമായ ഖബർ അള്ളാഹുവെ സ്വാലിഹായ രൂപത്തിൽ ജീവിച്ച് മരിക്കാനും ആ ഖബറിൽ വസിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹു ഫലസ്തീന്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ തന്നെ വകവരുത്തുന്ന നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക അൻതൽ മുജീബ് യാ ഖാദിൽ ഹാജat. ആമീൻ ആമീൻ برحمتك يا ارحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, പ്രൗഢോജ്വലമായ ഒരു പ്രസംഗമാണ് നമ്മൾ ഇവിടെ കേട്ടത്. യഥാർത്ഥത്തിൽ ഈ പ്രസംഗം എന്ന് ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു ദഅവ പ്രവർത്തനമാണ്, ഒരു പ്രബോധന പ്രവർത്തനമാണ്. പ്രവാചകന്മാർ നൽകിയ അതേ പ്രബോധനം തന്നെയാണ് ഇന്ന് ഇവിടെ ഫഹദ് പൂന്ത്ര നൽകിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാവരും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇതിനേക്കാളും നല്ല ഗംഭീരമായ രൂപത്തിൽ ഒരു പരിപാടി നമ്മൾ 23-ാം തീയതി ഫെബ്രുവരി 23-ാം തീയതി പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുകയാണ്. എല്ലാവരെയും നമ്മൾ ഹാർദവമായി അവിടേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ അതിവിടെ പോകുന്നതിന് ഇപ്പോൾ നമ്മൾ ഈ ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ എല്ലാം ചെയ്യുക ഇൻഷാ അല്ലാഹ്. മറ്റു സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ് അന്നത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം രജിസ്ട്രേഷൻ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇത് പ്രധാനമായി പറയാൻ പറ്റുന്നത് നമ്മൾ പീസ് റേഡിയോ ഉണ്ട്. പീസ് റേഡിയോ 24 മണിക്കൂറും നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ. ദൈവത്ത് പൂർണ്ണമായി അല്ലെങ്കിൽ ദീൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും 24 മണിക്കൂർ കിട്ടുന്ന ഒരു ഇതാണ് പീസ് റേഡിയോ. അത് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ സമീൽ ആപ്പുണ്ട്. കൂടുതൽ പ്രസംഗങ്ങൾ മറ്റു കാര്യങ്ങൾ കിട്ടുന്നതിന് സമീൽ ആപ്പുണ്ട്. അതുപോലെ നമ്മുടെ നേർബദം വാരികയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെല്ലാവരും എല്ലാ ആഴ്ചയിലും അത് കിട്ടുന്ന രൂപത്തിലുണ്ട്. അതിന് നേർബദം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നടത്തുക ഇൻഷാ അല്ലാഹ്. ഇവിടെ നല്ല രീതിയിൽ ഈ പ്രസംഗം നടത്തിയ മൗലവി ഫഹദ് പൂന്തറയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ, എല്ലാവിധ ഓഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ട വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഈ സ്ഥലവും സൗകര്യവും നമുക്ക് നൽകുകയുണ്ടായി. ഈ കുടുംബത്തിനും അദ്ദേഹത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അതേ ഈ കുടുംബത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റുഡൻസിന്റെ പ്രസിഡന്റ് സമീർ ക്ഷണിക്കുന്നു. അള്ളാഹുവിന്റെ പരമായ കൊണ്ട് നമ്മുടെ ഇന്നൊരു കുടുംബസംഗമം ഇവിടെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.
നമ്മുടെ ഈ ഒരു കുടുംബ സംഗമം നമ്മുടെ ഫെബ്രുവരി 23 നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവരും കുടുംബത്തോടെ തന്നെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ വരുന്ന ഫെബ്രുവരി 8 നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കണിയാർ മണ്ഡലത്തിന്റെ ഒരു ബാലസമ്മേളനം ശാല നടക്കുകയാണ്. NIC ഹാൾ പള്ളിനട വെച്ച് അവിടെ നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഒരു പ്രോഗ്രാം. അവർക്ക് ദീന് പിന്നെ ഒരു കളിയിലൂടെയും കഥയിലൂടെയും തമാശയിലൂടെയൊക്കെ പിന്നെ പാട്ടും ആ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഇൻഷാല്ലാ അതിലേക്ക് നിങ്ങളുടെ പിന്നെ ഫാമിലിയിലുള്ള കൊച്ചു കുരുന്നുകളെ എന്താണ് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. NIC ഹാളിലാണ് പ്രോഗ്രാം, പള്ളിനട NIC ഹാളിലാണ് ഇൻഷാല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ ആഴ്ചയിലും തുടർമത പഠന പദ്ധതി CRE ഇവിടെ വീക്ക്ലി ക്ലാസ് നടന്നു വരികയാണ്. നമ്മുടെ മൈതാനി ജംഗ്ഷനുള്ള ലൈറ്റ് ഓഫ് ഇസ്ലാമിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പിന്നെ രജിസ്ട്രേഷൻ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയും. അവിടെ സിലബസോട് കൂടി കൃത്യമായിട്ട് നടന്നു വരികയാണ്. അതുപോലെ തന്നെയാണ് വലിയ പിന്നെ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള് എല്ലാ ചൊവ്വാഴ്ചയും പിന്നെ ലൈറ്റ് ഓഫ് ഇസ്ലാമിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിലും പങ്കെടുക്കാൻ വേണ്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നേരം പ്രഭാഷണം നടത്തിയ അൽഫഹദ് പൂന്തുറയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമാധാനം നഷ്ടപ്പെടുന്ന വീടകങ്ങൾ, ദാമ്പത്യരംഗത്തെ അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ കുടുംബജീവിതങ്ങൾ, പരിസരബോധം മറന്ന പ്രണയബന്ധങ്ങൾ, ലഹരിമണക്കുന്ന മണിയറകൾ, മാറിയ തലമുറയും തകരുന്ന ധാർമ്മികതയും, സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കുന്ന യുവസമൂഹം, മക്കളുടെ മൊബൈൽ ഉപയോഗം, പരിധി വിടുന്ന വിവാഹാഘോഷങ്ങൾ, പ്രണയ നൈരാശ്യത്തിൽ അകപ്പെടുന്ന മക്കൾ, ലഹരിയിലും അവിഹിതങ്ങളിലും തകർന്ന ദാമ്പത്യബന്ധങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കയ്പും മധുരവും, നാശം വിതയ്ക്കുന്ന ഫാഷിസം, പുതുതലമുറയെ നശിപ്പിക്കുന്ന ലിബറലിസം, സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്ന മാനവിക ഐക്യ സന്ദേശത്തെ നിരാകരിച്ച് വ്യത്യസ്ത സൃഷ്ടികളിൽ അഭയം തേടുന്ന സമൂഹം, വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന പൗരോഹിത്യം തുടങ്ങിയ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഫാമിലി കോൺഫറൻസ്. വിശ്വാസവിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസ്